സുജോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രഞ്ജിതയുടെ മൃതദേഹം കേരളം നമ്മൾ ഏറ്റുവാങ്ങി, കണ്ണീരോടുകൂടി ഏറ്റുവാങ്ങി. പത്തനംതിട്ടയിലേക്ക് ഇപ്പോൾ അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. അവിടെ മൃതദേഹം എത്തിക്കുന്നതിനും പൊതുദർശനത്തിനും ഒപ്പം സംസ്കാര ചടങ്ങിനുമൊക്കെയുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? വിനീഷ, ആദ്യം എത്തുക രഞ്ജിത പഠിച്ച വിവേകാനന്ദ ഹൈസ്കൂളിലേക്കാണ് മൃതദേഹം എത്തിക്കുക. നമ്മളിപ്പോൾ അവിടെയുണ്ട്. ഈ 12 ദിവസമായി തന്നെ ഒരു നാടാകെ ദുഃഖത്തിലും അതുപോലെ തന്നെ രഞ്ജിതയുടെ മൃതശരീരം അറിയുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ അവർ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വിവേകാനന്ദ സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക പന്തലിൽ വെച്ചായിരിക്കും രഞ്ജിതയുടെ മൃതദേഹം ആദ്യം ഇവിടെ എത്തിക്കുക. പൊതുദർശനത്തിന് അവസരമുണ്ടാകും. പിന്നീട് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് വീട്ടുവളപ്പിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. ഇവിടെ പൊതുജനങ്ങൾക്കും അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ ഈ തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ ഇവിടെ വെച്ചാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്തിമ ഉപചാരം അർപ്പിക്കാൻ 11 മണിയോടുകൂടി എത്തുന്നത്. നമുക്കറിയാം, രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു നാടിന് താങ്ങാനാവാത്ത ഒരു വേദന തന്നെയായിരിക്കും. കാരണം പല കാരണങ്ങളുണ്ട്. രഞ്ജിതയുടെ സ്വപ്നങ്ങൾ, അത് പുതിയ വീടിൻ്റെ അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് ഒരു പക്ഷേ ഇത്തരമൊരു വിമാന അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ പൂർത്തിയാകേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സമയത്താണ്. അതിൻ്റെ തീയതി ഉൾപ്പെടെ നിശ്ചയിക്കുമ്പോഴാണ് രഞ്ജിതയുടെ വിയോഗം സംഭവിക്കുന്നത്. അതായത് പാലുകാച്ചിൽ നടക്കേണ്ട പുതിയ വീട്ടിലേക്ക് രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമാണ് ഇന്ന് എത്തുന്നതെന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. പറക്കമുറ്റാത്ത 2 കുട്ടികൾ ആണ് രഞ്ജിതയ്ക്കുള്ള. വിനീഷ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗബാധിതയായ അമ്മ, ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഒരു മുന്നോട്ടുള്ള നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് രഞ്ജിത വിദേശത്തേക്ക് ജോലിയിലേക്ക് പ്രവേശിച്ചതും. നമുക്കറിയാം, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ നേഴ്സ് കൂടിയായിരുന്നു. PSC എഴുതി വളരെ സമർത്ഥയായ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെയാണ് PSC എഴുതി ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് രഞ്ജിത വിദേശത്തേക്ക്, ആദ്യം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷമാണ് രഞ്ജിത UK പോകുന്നത്. ഏറ്റവും ഒടുവിൽ എത്തുന്നത് പോലും ഒരു 5 ദിവസം മാത്രം നിൽക്കുന്ന അവധിക്ക് വേണ്ടിയാണ് എത്തുന്നത്. ഈ ജോലി, സർക്കാർ ജോലി നിലനിർത്തുക, തിരികെ നാട്ടിലേക്ക് കുടുംബത്തിനോടൊപ്പം വന്ന് താമസിക്കണമെന്ന വലിയ ആഗ്രഹവും വലിയ സ്വപ്നം അത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് രഞ്ജിത ഇപ്പോൾ രഞ്ജിതയുടെ വിയോഗം നാട് ഇന്ന് കണ്ണീരോടെ യാത്രാ മൊഴി ഏകും തന്നെ ചെയ്യും. വിനീഷ, നാടിൻ്റെ മകളെന്ന് കാണാം ആ ബോർഡുകളിൽ രഞ്ജിതയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു രഞ്ജിത ആ നാടിനെ എന്ന്. ആ നാട്ടിൽ നിന്ന് വെച്ച രഞ്ജിതയ്ക്ക് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിച്ചു കൊണ്ടുവച്ച ആ ഫ്ലെക്സ് ബോർഡിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വീട്ടിലെ അവസ്ഥ എന്താണ് സുജു? കാരണം ആ മരണ വാർത്ത അറിഞ്ഞ സമയത്ത് തന്നെ ആ കുഞ്ഞുമക്കളുടെ കരച്ചിൽ, നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ ഇപ്പോഴും നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പോഴും ആ നിമിഷം മന്ത്രി വീണ ജോർജ് എത്തുമ്പോഴാണ് നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് നമുക്ക് പുറം ലോകത്തേക്ക് എത്തിക്കുന്ന അത്തരം ദൃശ്യങ്ങൾ. ആ സമയത്ത് വീണ ജോർജിനെ വളരെ വിഷമത്തോടെ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മ, മറ്റു മക്കളുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. വളരെ ദുഃഖകരമായ, നമ്മൾ ആ വീട്ടിലേക്ക് ആദ്യം എത്തുമ്പോൾ, ഈ അപകട വിവരം എത്തുമ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം രഞ്ജിത അപകടത്തിൽപ്പെട്ടെന്നോ അല്ലെങ്കിൽ മരണപ്പെട്ടോ എന്ന് ഉണ്ടായിരുന്നൊരു ഘട്ടമല്ലായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ആ ഘട്ടത്തിലെത്തുമ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞത് നല്ല വാർത്ത പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ഒരു അപകടത്തിൽ രഞ്ജിത ഉൾപ്പെടാതിരിക്കട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തു. അതാണ് ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വളരെ പെട്ടെന്ന് ജില്ലാ കളക്ടർ തന്നെ ഔദ്യോഗികമായി വിവരം സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഈ ഔദ്യോഗിക വിവര സ്ഥിരീകരണമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തെ സംബന്ധിച്ചോളം താങ്ങാനാവാത്ത ഒരു ദുഃഖത്തിലേക്ക് അവർ കടക്കുകയും അവിടെ വലിയ ഒരു കരച്ചിലിൻ്റെ ശബ്ദം നമ്മൾ പുറത്തേക്ക് കേൾക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഈ സൂചിപ്പിച്ച പോലെ നാടിൻ്റെ മകളെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ജീവിതം തന്നെയായിരുന്നു രഞ്ജിത വെച്ചു പുലർത്തിയിരുന്ന. ഈ രഞ്ജിതയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിലെ റിട്ടയർഡ് ആയിരിക്കുന്ന വൈദികനുണ്ട്. അദ്ദേഹം പറയുന്ന അനുഭവങ്ങൾ, രഞ്ജിത നാട്ടിലെ ഏറ്റവും ഒടുവിൽ എത്തുമ്പോൾ പോലും ആ കുടുംബം സന്ദർശിക്കുകയും തന്നോട് നിരവധി കാര്യങ്ങളിൽ ഉപദേശം തേടുകയും പുതിയ വീട് പണിയുന്നതിൻ്റെ അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനെ പറ്റി, അതിൻ്റെ കയർത്താമസത്തെപ്പറ്റി ഒക്കെ തന്നെ ഉള്ള അനുഭവങ്ങൾ ചോദിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ വൈദികൻ്റെ വീട്ടിൽ അത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ചത്, അതെല്ലാം ചോദിച്ച് സന്തോഷത്തോടെ ഞാൻ തിരികെ വരും
തരും എന്ന് വാക്കു പറഞ്ഞിട്ട് തന്നെയാണ് രഞ്ജിത അവരോടും പോകുന്നത്. അങ്ങനെ പരിചയമുള്ള രഞ്ജിതയുടെ സഹപാഠി ആയിരുന്ന അല്ലെങ്കിൽ രഞ്ജിതയുടെ ഏറ്റവും ആത്മമിത്രവും ഇത്തരം അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. അവളുടെ ഓരോ സ്വപ്നമായിരുന്നു ആ വീട്. ആ വീട്ടിലേക്ക് ഇന്ന് ചേതനയറ്റ ശരീരം എത്തുന്നു. മക്കളെ പറ്റിയുള്ള സ്വപ്നം, മക്കളോടൊപ്പം പിറക്കമുറ്റാത്ത 2 കൊച്ചു കുട്ടികൾ, അവരോടൊപ്പം കഴിയും, അവരോടൊപ്പം ജീവിക്കണമെന്ന വലിയ സ്വപ്നം ആണ് ഉണ്ടായിരുന്നത്. അതിനായി തന്നെയാണ് തിരികെ UK-യിൽ നിന്ന് വലിയ ശമ്പളമുള്ള ജോലി അത് ഉപേക്ഷിച്ച് നാട്ടിൽ സെറ്റിലാവണമെന്നുള്ള തീരുമാനിച്ചത്. അവരോടൊപ്പം ജീവിക്കുക എന്ന വലിയ ലക്ഷ്യം ബാക്കിയാക്കി തന്നെയായിരുന്നു രഞ്ജിതയ്ക്ക്. അതായിരുന്നു രഞ്ജിതയുടെ വലിയ സ്വപ്നം. അതെല്ലാം ഇനിയിപ്പോൾ നടക്കാതെ പോയി സ്വപ്നങ്ങളായി മാറുന്നു. ആ നാട്ടിലേക്ക് രഞ്ജിത എത്തുമ്പോൾ ഒരു പക്ഷേ ഇതറിഞ്ഞു വരുന്ന ആളുകൾക്ക് പോലും അന്നത്തെ ദിവസം തന്നെ നമ്മളവിടെ നിൽക്കുമ്പോൾ ഈ സാധാരണ ആ നാട്ടിലുള്ളവർ മാത്രമല്ല വന്ന് അതിനപ്പുറത്തേക്ക് അല്പം കൂടെ ദൂരെയുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് പലർക്കും രഞ്ജിതയെ അറിയില്ല. അപ്പോൾ ആ വരുന്ന ആളുകൾ അന്ന് നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞത്, ഞങ്ങളും ഒരു അമ്മയാണ്, ഞങ്ങൾക്കും ഇത് കേട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല, ആ വീട്ടിലെത്തി ഒരു വാക്കു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന വലിയ ആഗ്രഹമുണ്ടെന്ന് അത്തരത്തിലെ ആളുകൾ ചിന്തിക്കുന്നു. അതുതന്നെയായിരിക്കാം ഇന്നും ഉണ്ടാകാൻ സ്വാഭാവികമായി സാധ്യത. എന്തായാലും വലിയ ദുഃഖത്തിൽ തന്നെയാണ് ഒരു നാട് എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. വിനീഷ.